ഹലോ ഗായ്സ്, ലില്ലി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് ഒരു ചക്ക എരിശ്ശേരി വയ്ക്കാൻ പോകുകയാണ് കേട്ടോ. ചക്ക എരിശ്ശേരിക്ക് നമുക്ക് കുറച്ച് ചക്ക എടുത്തിട്ട് അതിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം അത് വട്ടത്തിന് ചക്ക അരിഞ്ഞെടുക്കണം കേട്ടോ, കനം കുറച്ച്. എന്നിട്ട് അതിൻ്റെ ചക്കക്കുരു അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് അത് വട്ടത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് അതിന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചക്കക്കുരു ചക്കച്ചുളയും കുരുവും കൂടെ വേവിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ ആ ചക്ക മുഴുവനോടെ വട്ടത്തിന് അരിഞ്ഞെടുക്കണം, നീളത്തിനല്ല വട്ടത്തിന്. അപ്പോൾ ഇത് അരിഞ്ഞെടുത്ത് ചക്കക്കുരുവും ചക്കച്ചുളയും കൂടെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ അടുപ്പിൽ വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ അരയ്ക്കുന്നത് ഒരു പിടി തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനമാണ് ഇത് മിക്സിയിലിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ. അപ്പം ഞാൻ ചക്കയും ചക്കക്കുരും കൂടെ ഒരുമിച്ച് വേവിച്ചതിന് അതിൽ ഒഴിക്കുകയാണ് കേട്ടോ. ചക്ക എരിശ്ശേരിയാണ്. അപ്പം ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രധാന സ്പെഷ്യൽ ചക്ക എരിശ്ശേരിയാണ്. അപ്പോൾ ഞാനിതിൽ ഉപ്പ് പാകത്തിന് കൊടുക്കാം. ഈ ചക്ക എരിശ്ശേരി എന്ന് പറയുന്നതിന് മീൻ കറിയാണ് പ്രധാനം കേട്ടോ. മീൻ കറിയും കാണിച്ചു തരാം. ഞങ്ങളുടെ ചെറുപ്പത്തിലേക്കുള്ള ആഹാരം ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ചക്ക അരിഞ്ഞ് അതിൻ്റെ ചക്കക്കുരു ഇതെല്ലാം കൂടെ ഒരുമിച്ച്, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ചക്കയുടെ മുള്ളു മാത്രം കളയും, ബാക്കി എല്ലാം എടുക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങളിതുപോലെ പുഴുങ്ങി ചക്കക്കുരുവും കൂടെ ഇട്ട് ഒരുമിച്ച് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരു പിടി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് അപ്പോഴും മിക്സിയൊന്നുമില്ല, അത് അരച്ച് മഷിയായിട്ട് നമ്മൾ അപ്പോഴത്തെ അരക്കല്ലിലിട്ട് അരച്ച് ആണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇപ്പോഴാണല്ലോ മിക്സി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇപ്പം മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അത് റെഡി ആയപ്പോൾ ചക്ക എരിശ്ശേരി ആയിട്ടോ. നമുക്ക് ഇതിന് കുറച്ച് ചോറും ഇതിന്ന് കുറച്ച് ചക്കയും മീൻ കറിയും ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഈ ചക്കയ്ക്ക് കേട്ടോ. ഞാനിതിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ചക്കക്കുരു എല്ലാം നല്ല വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ നല്ല കുരുവായിരുന്നു, അതുകൊണ്ട് നല്ല വെന്തുടഞ്ഞു. കാരണം ഈ ചക്കക്കുരു എന്ന് പറയുന്നത് ഒരു മരുന്നാണ്. കാരണം ക്യാൻസറിൻ്റെ രോഗത്തിനൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി ചക്കക്കുരുവിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ചക്ക എരിശ്ശേരി മഴ സമയത്ത് ഇപ്പോൾ ചക്കയുടെ സമയമായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു കഷ്ണം ചക്ക അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ വിചാരിച്ചു ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ നമ്മൾ എറണാകുളത്തോട്ടൊക്കെ ചക്ക പുഴുക്കെന്ന് പറയുന്നത് അത് വേറെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളിയും മുളക് പൊടി അങ്ങനെയൊക്കെ ആണല്ലോ അവർ തേങ്ങയൊന്നും അരയ്ക്കാറില്ലെന്ന് തോന്നുന്നു അതിന്. അപ്പോൾ അങ്ങനെ ഓരോ നാടുകളിലും ഓരോ രീതിയിലാണ് ആൾക്കാർ ചക്ക പുഴുക്കുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ചക്ക ഇത് എരിശ്ശേരിയാണ്. എരിശ്ശേരി വയ്ക്കുമ്പോൾ തേങ്ങ വേണമല്ലോ. നമ്മൾ ഏത് എരിശ്ശേരി കറി വെച്ചാലും അതിന് തേങ്ങ അരയ്ക്കണമല്ലോ. നമ്മളിപ്പോൾ മോര് കറിക്കായാലും അത് പിന്നെ ഇപ്പോൾ തേങ്ങ അരയ്ക്കും, ജീരകം അരയ്ക്കുന്നവരുണ്ട്, അരയ്ക്കാത്തവരുമുണ്ട്. അതുപോലെ ഈ ചക്കയ്ക്ക് ഇപ്പം ജീരകം എല്ലാവർക്കും അതിൻ്റെ മണം പിടിച്ചെന്ന് വരില്ല. പക്ഷേ ചക്കയ്ക്ക് ജീരകം വേണം കേട്ടോ. ജീരകത്തിൻ്റെ മണവും വെളുത്തുള്ളി, കറിവേപ്പിലയുടെയൊക്കെ മണമാണ് ഈ ചക്കയ്ക്ക് പ്രധാനം രുചി കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ എൻ്റെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പം കടുക് പൊട്ടിച്ചതിലിടാന്ന് വിചാരിക്കുന്നു. അതിത്തിരി കടുക് പൊട്ടിച്ചോട്ടെ. അപ്പം ചക്ക റെഡിയായി. അല്പം എണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയൊക്കെ അതിരുന്നോട്ടെ. എനിക്ക് അല്പം പണി ഇവിടെ ഉണ്ട്. ഇതിലിരിക്കുന്ന ചക്കക്കുരു നമ്മൾ ഇത് വെച്ച് ഉടയ്ക്കണം കേട്ടോ. ഇത് ഞാൻ കപ്പ ഇടിച്ചെടുക്കുന്ന ഒരു സൂത്രമാണ്. ഇത് ഞങ്ങൾ വിറക് വാങ്ങിച്ചപ്പോൾ അതിൽ കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ. സാധനം ഇത് ഫർണിച്ചർ ഉണ്ടാക്കുന്ന കടയിൽ നിന്ന് കിട്ടിയ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിലിൽ വെച്ചിരിക്കുന്ന മെഷീനിൽ കടഞ്ഞ് എടുത്ത ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് അവർ കട്ടിലിൽ വെക്കുന്നതാണ്. അപ്പോൾ അതെന്തോ ശരിയാകാത്തത് കൊണ്ട് അവർ ആ വിറകിൻ്റെ കൂടെ ഇട്ടതാണ്. ഞാൻ നോക്കിയപ്പോൾ കപ്പ ഇടിച്ചെടുക്കാനൊക്കെ കൊള്ളാം. അപ്പോൾ ചക്ക ഇടിക്കാനും ചക്കയ്ക്കായാലും അത് ഇടിച്ചെടുക്കാനും നമ്മൾ ഈ ചക്കക്കുരുവും കൂടെ അത് ഉടഞ്ഞു വരണം. അപ്പോൾ ഇത് ഇടിച്ചെടുത്താൽ അത് ശരിയാകും. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ആ ചക്കക്കുരു വെന്ത് ഉടഞ്ഞ് വന്നാലേ ഈ ചക്കയ്ക്ക് രുചി കിട്ടുള്ളൂ. തുണി ഇട്ടിട്ട് ഞാനൊരു തുണി ഇട്ടിട്ട് അതിലോട്ട് ഇറക്കി വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കിടക്കണ സൗണ്ട് വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി കുഴപ്പമില്ല. നമ്മൾ കപ്പ ഇടിച്ചെടുക്കുന്നത് പോലെയാണ് ഞാൻ ഇടിച്ചെടുക്കുന്നത് കേട്ടോ. എന്നാലേ അതിനൊരു രുചി കിട്ടുള്ളൂ. ചക്കക്കുരും ചക്കയും കൂടെ ഒരുമിച്ചങ്ങ് ചേർന്ന് വന്നാൽ ഈ ചക്ക എരിശ്ശേരിക്ക് രുചി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ കടുക് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചത് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. കടുകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചതാണ് കേട്ടോ. ആദ്യം ചെയ്യും. ചക്കപ്പുഴുക്കല്ല, ചക്ക എരിശ്ശേരിയാണ്. നമുക്ക് എപ്പോഴും ചക്കപ്പുഴുക്കെന്നാണ് ഓർമ്മ വരുന്നത് കേട്ടോ.
അപ്പോൾ എൻ്റെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ചക്ക കുരു എടുത്തതിന് ശേഷം വട്ടത്തിന് കനം കുറച്ച് അരിയണം. അതുപോലെ ചക്കക്കുരു കനം കുറച്ച് വട്ടത്തിന് അരിഞ്ഞെടുക്കുക. രണ്ടും കൂടെ നമ്മളൊരു ചെറിയ പാത്രത്തിൽ അടിയിൽ ചക്കക്കുരു ഇടുക. അതിൻ്റെ മീതെ ചക്ക ഇട്ട് ഒരല്പം വെള്ളം ഒഴിക്കണം. അത് ചക്കയും കുരുവും കൂടെ വേകുന്നതിനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വെന്ത് കഴിയുമ്പോൾ ഒരു പിടി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി അരച്ച് ചേർത്തിട്ട് അതിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് ചക്കയും കുരുവും എല്ലാം കൂടി ഇടിച്ച് നല്ല ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചക്ക എരിശ്ശേരി നമുക്ക് റെഡിയാവും. അപ്പോൾ എൻ്റെ ചക്ക എരിശ്ശേരി ഞാൻ നിങ്ങൾ കാണിക്കുന്നു. നല്ല വൃത്തിയാണ്. അതാണ് എൻ്റെ ചക്ക എരിശ്ശേരി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കുക കേട്ടോ. ചക്ക ഇതുപോലെ ചക്ക വെച്ച് എരിശ്ശേരി വെച്ച് നോക്കണം കേട്ടോ. മീൻ കറിയാണ് ഇതിന് പ്രധാനം. മീൻ കറി ഉണ്ടെങ്കിൽ ഈ ചക്കയ്ക്ക് ഒരു പ്രത്യേക രുചി കാണും നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തി എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പുതിയ വീഡിയോ ആണ്, സബ്സ്ക്രൈബൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് സഹായിക്കണം കേട്ടോ.